വെൺതിങ്കൾ കതി തൂകി ഭൂമിനികൾ കാരുണ്യപൂരം കറച്ചൻ പെൺമാതിരികെത്തു സുന്ദരതരം നേരം പൊഴിച്ചങ്ങിനെ പൊന്നോട കുഴലൂതി തൃക്കടൽ പിടച്ചു തൃക്കടൽ പിണച്ചുല്ലാസവാനായി മനക്കണ്ണിൻ ശ്രീലകമേറി സൗഖ്യമരുളി ദേവരേ. ഒരു പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ഭാഗത്തേക്ക് കടക്കാം. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ നമ്മുടെ പ്രദ്യുമ്നൻ ദിഗ്വിജയം എന്നൊരു വ്യാജേനയാണ് ഏത് ഭൂഭാരം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ രാജ്യങ്ങളെ ചുറ്റി നടക്കുന്നത്. അങ്ങനെ അംഗദേശത്തേക്ക് പോയിട്ട് പറയുന്നു. നായാട്ടിന് വീഴുന്ന അങ്കേശന് യാദവന്മാർ വനത്തിൽ വെച്ച് വളഞ്ഞു. അങ്കേശൻ പ്രദ്യുമ്നന്റെ മേൽക്കോയ്മ സ്വീകരിച്ച് മടി കൂടാതെ കപ്പം കൊടുത്തു. അതാണ് വേണ്ടത്. അദ്ദേഹത്തിനൊക്കെ അറിയാം, ബുദ്ധിയും വിവരമുണ്ട്. ഉഡ്രീഷ, അതാണ് ഇന്നത്തെ ഒറീസ എന്ന് പറയുന്ന സ്ഥലം. ദേശാധിപനും ശക്തന്മായ ബൃഹദ്ഭാനു പ്രദ്യുമ്നന് കപ്പം കൊടുക്കാൻ കൂട്ടാക്കില്ല. ഞാൻ കൊടുക്കൂലായിരുന്നു, ഇപ്പൊ 4 കിട്ടണം. പ്രദ്യുമ്നൻ സാമ്പനെ അയച്ചു. വില്ലാളി വീരനെ സാമ്പൻ എന്ത് ചെയ്തു? ഏകാഗിയായി കൊണ്ട് തേരിൽ കയറി പുറപ്പെട്ടു. ഡാമര നഗരത്തെ ബാണവർഷം കൊണ്ട് മൂടി. മേഘങ്ങൾ മഞ്ഞുകൊണ്ട് പർവ്വതത്തെ മൂടിയ മാതിരി നഗരം കാണപ്പെട്ടു. ഒന്നും കാണുന്നില്ല, ഇപ്പൊ അമ്പ് മാത്രം. ഡാമരാധീശൻ ഭയത്രസ്ഥനെ പേടിച്ച് വിറച്ചുകൊണ്ട് വന്നിട്ട് വണങ്ങിക്കൊണ്ട് നിന്നു. വംഗദേശാധിപനായ വീരഭദ്രൻ അക്ഷൗഹിണി സൈന്യത്തോടുകൂടി യുദ്ധത്തിന് വന്നു. അദ്ദേഹം ഒന്ന് വണങ്ങി നമസ്തേ പറഞ്ഞു. കൃഷ്ണപുത്രനായ ചന്ദ്രഭാനു പ്രദ്യുമ്നൻ നോക്കി നിൽക്കെ ബാണങ്ങൾ കൊണ്ട് സൈന്യത്തെ പിളർന്നു ഛിന്ന ഭിന്നമാക്കി. പാമ്പ് കൊണ്ട് വളർന്ന ആനകളുടെ മസ്തകങ്ങളിൽ നിന്റെ ആർത്തിയിൽ നക്ഷത്രങ്ങൾ കൊഴിയുന്നത് പോലെ മുത്തുകൾ അടർന്നു വീണു. ആനയുടെ മസ്തകങ്ങളിൽ മുത്തുകൾ ഉണ്ടാവട്ടെ. അതാണ് പണ്ട് കംസന്റെ ആനയില്ലേ, അതിനെ കൊന്ന സമയത്ത് മുത്തുകൾ വീണതൊക്കെ പെറുക്കിയെടുത്ത് രാധക്ക് മാലയുണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഈ ഉണ്ണിക്കണ്ണൻ. അതറിയില്ലേ? അതുപോലെ ഇതിങ്ങനെ ഒഴിയാൻ തുടങ്ങി എന്നാ പറയുന്നത്. രഥികളും മാനകളും കുതിരകളും സൈനികരും ശിരസ്തറ്റ് കുമ്പളങ്ങ കഷ്ണങ്ങൾ എന്നോണം ഭൂമിയിൽ വീണു. കുമ്പളങ്ങ മുറ്റിടുന്നത് മാതിരി വീണു. ക്ഷണനേരം കൊണ്ട് സൈന്യങ്ങളുടെ ക്ഷതങ്ങളിൽ നിന്നും ലഭിച്ച രക്തം ഒരു പുഴയായി മാറി. നല്ല രക്തം ഉണ്ടാവില്ലേ, തടിച്ചു കൊടുത്ത ആൾക്കാരില്ലേ, അതായത് നമ്മളെ മാതിരി ഒന്നല്ലല്ലോ. 1 ലിറ്റർ ചോര കൂടി വന്നാലും നമുക്കൊക്കെ അതല്ല, ചോര പുഴയാവാൻ മാത്രം ചോരയുണ്ട് ഓരോരാൾക്കും. എഴുന്നേറ്റോടുന്ന മുണ്ടങ്ങള്, കവന്ധങ്ങൾ എന്നിവയാലും മാല, വള, കുണ്ടലങ്ങൾ, ഉഷ്ണീഷങ്ങൾ, ആയുധങ്ങൾ എന്നിവയാലും കൂടി നിറഞ്ഞു. ഓരോന്ന് തലയില്ലാതെ എണീറ്റിങ്ങനെ ഓടുന്നു. എന്തൊരു കഷ്ടം! കുംഭാണ്ഡന്മാര്, വേതാളങ്ങര്, ബ്രഹ്മരാക്ഷസന്മാര് മുതലായത് എന്ത് ചെയ്യുന്ന വെച്ചോ, ഈ തലയിലും പെറുക്കിയെടുക്കല, അതിക്ക് മഹാദേവന്റെ ഒരു മാല ഉണ്ടാക്കി കൊടുക്ക. സൈന്യങ്ങൾ വീണപ്പോൾ വീരധന്വാവ് വന്നിട്ട് വജ്രസമമായ ഗത കൊണ്ട് ചന്ദ്രഭാനു കൊടുത്തുരട്ടി. ഗതാപ്രഹരമിൽ ചന്ദ്രഭാനു വളരുന്നൊന്നുമില്ല, ഒട്ടും പടിയില്ല. ആ ഗത പിടിച്ചെടുത്ത് കൊടുത്തുരട്ടി തിരിച്ച്. ഗതാപ്രഹരമേറ്റാൽ മോഹാലസ്യപ്പെട്ട് വെട്ടിയിട്ട മരം പോലെ എന്താ കിടക്കുന്നു താഴെ. രക്തവും ചർപ്പിച്ചു. ബോധം തെളിഞ്ഞ വംഗദേശാധിപൻ പ്രദ്യുമ്നനെ ശരണം പ്രാപിച്ചു. ചത്തിട്ടില്ല, ബോധക്കേട് വന്നത്. തലക്കടിയെല്ലാം കൊണ്ടാല് ചാവുന്നില്ല, അതാണ് രസം. ശരണം പ്രാപിച്ചു. വീരഭദ്രൻ കപ്പം നൽകിയതിനു ശേഷം സ്വപുരത്തേക്ക് പോയി. ആമീഷാധിപതി, ഇന്നത്തെ ആസാമാണ്. ആസാം ബിംബൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അവിടുത്തെ രാജാവ്. കപ്പം വാങ്ങിക്കൊണ്ട് പിന്നീട് കാമരൂപത്തിലേക്കാണ് പ്രദ്യുമ്നൻ പോയത്. അദ്ദേഹം കൊടുത്ത കപ്പം വാങ്ങി. ഇതൊക്കെ എവിടെ ആരാന്ന് നീ ഇപ്പൊ ചുമന്നിട്ട് കൊണ്ടുവന്നതുണ്ടോ? കാമരൂപാധിപനും ഇന്ദ്രജാല വിദ്യയിൽ ഗംഭീരനുമായ നിപുണനുമായിരുന്ന കുണ്ട്രന്റെ വിദ്യയാൽ പിശാചുക്കള്, അതുപോലെ പാമ്പുകള്, രാക്ഷസന്മാര്, ഗുഹ്യകപരുഷകള്, ഗന്ധർവന്മാർ എന്ന് വേണ്ട അങ്ങനെയുള്ള മഹാവൃത്തികെട്ട കുറെ എണ്ണ ഇറങ്ങി. കോടിക്കണക്കിന് മാംസഭോജികളെ പിശാചുക്കളെ യുദ്ധഭൂമിയിൽ അഗ്നി വർഷിച്ചുകൊണ്ട് പാഞ്ഞു നടന്നു.
വിഷം തുപ്പിക്കൊണ്ടും ഉദ്കാരം ചെയ്തുകൊണ്ടും സർപ്പങ്ങളും കഴുതപ്പുറത്തേക്ക് നാവുപുറത്തേക്കിട്ടും മനുഷ്യരെ തിന്നുകൊണ്ടും രാക്ഷസന്മാരും ചൂട് പറഞ്ഞു. സിംഹം, കുതിര എന്നീ മൃഗമുഖങ്ങൾ കൊണ്ടവരും മുഖം ഇതിങ്ങനെ പൊയ്മുഖം വെച്ചു കെട്ടുന്നത് പോലെ അങ്ങനെ കെട്ടിയിട്ട് പറയണം. ശൂലവും ഏന്തിക്കൊണ്ട് ഗർജിച്ചുകൊണ്ട് സേനകളെ നശിപ്പിക്കാൻ തുടങ്ങി. പെട്ടെന്ന് മേഘങ്ങൾ തിങ്ങി എല്ലായിടവും പൊടിപടലം പരന്നു. കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയും ചെയ്തു. പോരെ ഭോജവൃഷ്ണന്ധകന്മാരടങ്ങിയ യദുസൈന്യം ആയുധങ്ങൾ നഷ്ടപ്പെട്ട് ഭയപ്പെട്ട് വിറച്ചവരായി പ്രദ്യുമ്നെ ശരണം പ്രാപിച്ചു. എന്തൊക്കെയോ സംഭവിച്ചു പോയി. ഇവര് മായാജാലക്കാരല്ലേ. കൃഷ്ണദത്തമായ ചാപം കൈക്കൊണ്ട് പ്രതികാരവാഞ്ചയുടെ പ്രദ്യുമ്നൻ തത്വാത്മകമായ മന്ത്രം ജപിച്ച് ശരങ്ങൾ വിട്ടു. ആ ബാണത്താൽ സൂര്യൻ തെളിഞ്ഞു. പിന്നല്ല ഭഗവാന്റെ പേര് പറഞ്ഞാൽ മതി, അപ്പൊ തന്നെ സൂര്യൻ തെളി. പിശാചുക്കളും പാമ്പുകളും രാക്ഷസന്മാരും അപ്രത്യക്ഷമായി. ഒന്നും കാണാനില്ല. ബാണങ്ങളാൽ പുണ്ട്രനെ രഥത്തോടെ പൊക്കി കുറേ നേരം ആകാശത്തിൽ, ഈ തേരോടുകൂടി ആകാശത്തിൽ ഇങ്ങനെ വട്ടം കറങ്ങിയാൽ ഈ പുണ്ട്രൻ വേണം കിട്ടണം. കാറ്റ് താമരപ്പൂവിന് എങ്ങനെയാന്ന് പറിച്ചിട്ട് കൊണ്ടുവന്ന് പിഴുതെടുക്കുന്നത് പോലെ താഴെ കിട്ടും. അപ്പൊ പ്രദ്യുമ്നൽ ശരണാഗതി അടഞ്ഞ് അനേക മാലകള്, അതുപോലെ കുതിരകള്, സ്വർണം എന്നിവ കപ്പമായി കൊടുത്തു. കൊണ്ടുവന്ന് നമസ്കരിച്ചു. അത് ആദ്യം ഓർത്ത് ഈ അടികൊള്ളേണ്ട പണി ഉണ്ടാവില്ലല്ലോ എന്നാണ് ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് പറ്റൂല. പിന്നീട് വിപാശാ നദി, ഷോണാ നദി, ഈ രണ്ട് നദികളും കടന്ന് കേകയത്തിലേക്കാണ് പോയത്. അദ്ദേഹം ശക്തനായ കേകയാധിപൻ ധൃതകേതു വസുദേവ സഹോദരി ശ്രുതകീർത്തിയുടെ ഭർത്താവാണ്. വസുദേവർക്ക് 5 സഹോദരിമാരെങ്ങാനുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അതിലൊരാളുടെ ഭർത്താവാണ് ഈ ധൃതകേതു. ധൃതകേതു എന്ത് ചെയ്തു? ഭഗവാനെ മനസ്സിലാക്കിയല്ലോ. അതുകൊണ്ട് സേന ഒന്നിച്ചു വന്ന് പ്രദ്യുമ്നെ വണങ്ങി. ഭഗവാന്റെ മകനെ വണങ്ങി. ഭഗവാനെ വണങ്ങാൻ കിട്ടിയെങ്കിലും മകനെ വണങ്ങി. ദ്വാരകയിൽ പോകാൻ പറ്റും. ദ്വാരകയിൽ പോയ ആളെ നമസ്കരിക്കാന്ന് പറഞ്ഞിട്ടായിരുന്നു മുമ്പ് ഒരാൾ. അതുമാതിരി ഭക്തിപൂർവ്വം സൽക്കരിച്ചു. പ്രദ്യുമ്നൻ അവിടെ നിന്ന് ദുന്ദുഭി മുഴക്കിക്കൊണ്ട് സുഖാവൃതമായ അങ്ങയുടെ രാജ്യമായ മിഥിലയിലേക്കാണ് പോയത്. മിഥിലയിലേക്ക് പോയി. മിഥിലയിലെ സ്വർണമയമായ രമ്യഹർമ്മങ്ങളും ഒത്തളങ്ങളും രാജ്യത്തെ സമൃദ്ധിയും കണ്ട് പ്രദ്യുമ്നൻ ഉദ്ധവനോട് പറഞ്ഞു, ഹേ സജീവോത്തമ, മനോഹരമായ സൗധങ്ങളോട് സമൃദ്ധമായ ഈ പുരി ഭോഗവതി പോലെ തോന്നിക്കുന്നല്ലോ. ഏതാണ് ഈ നഗരി? ഉദ്ധവര് പറഞ്ഞു, ജനകൻ എന്ന മിഥിലാധിപന്റെ രാജധാനിയാണ് പ്രഭു. മഹാഭാഗവതനായ ധൃതിയാണ് ഇവിടുത്തെ രാജാവ്. ധൃതി ധർമാത്മാവും ശ്രീകൃഷ്ണപ്രിയനുമായ ആ രാജാവിന്റെ പുത്രൻ ബഹുലാക്ഷനെയും ഈ പുരിയിൽ വസിക്കുന്ന ഭക്തനായ ശ്രുതദേവൻ എന്ന ബ്രാഹ്മണനെയും ഭഗവാൻ അവിടെ ചെന്ന് ദർശിക്കും. ഈ കഥ പറഞ്ഞു കൊടുക്കുന്ന രാജാവുണ്ടല്ലോ, ആ രാജാവിന്റെ ബഹുളാക്ഷന്റെ രാജ്യമാണ് മിഥില എന്ന് അതാണ് പറയുന്നത്. അവരെ കുറിച്ച് ദ്വാരകയിൽ വെച്ച് ഭഗവാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ, ഇന്ദ്രനോട് അജേയനാണ് ധൃതി. മനുഷ്യരുടെ കാര്യം പിന്നെ പറയാനുണ്ടോ? ഭക്തി കൊണ്ട് ശ്രീകൃഷ്ണനെ വശീകരിച്ചവനാണ് ധൃതി. പോരെ, അതുമാത്രം മതി, വേറൊന്നും വേണ്ട. ഉദ്ധവൻ ഇങ്ങനെ പറഞ്ഞത് കേട്ട് ഉദ്ധവനെ ശിഷ്യനാക്കിക്കൊണ്ട് ഒരു സന്യാസിയുടെ വേഷത്തിൽ പ്രദ്യുമ്നൻ മിഥിലാപുരിയിലേക്ക് പുറപ്പെട്ടു. ഉദ്ധവരോടും കൂടി ആ നഗരമൊക്കെ ഒന്ന് നടന്ന് കാണാൻ വിചാരിച്ചു. നല്ല ഗംഭീരപ്പെട്ട നഗരാണല്ലോ. നടന്നു കണ്ടു. ചട്ടയും ആയുധങ്ങളും അണിഞ്ഞ മാലയും തിലകവും ധരിച്ച ഭടന്മാര് കൃഷ്ണനാമം ഉരുവിട്ടുകൊണ്ടാണ് പുരിയെ രക്ഷിച്ചു കൊണ്ട് നിന്നിരുന്നു. പോരെ, പിന്നെ എന്ത് വേണ്ട? നാമം ജപിച്ചാൽ തന്നെ പിന്നെന്ത് വേണ്ടത്? അതാണ് എപ്പോഴും നമുക്കും ആ നാമം ഉരുവിട്ടുകൊണ്ടേയിരിക്കാനുള്ള അനുഗ്രഹം ഭഗവാൻ തന്നാ മതിയായിരുന്നു. വാതിലുകളിൽ കൃഷ്ണനാമാണ് എഴുതി വെച്ചിട്ടുള്ളത്. ശ്രീകൃഷ്ണ ചിത്രങ്ങളാണ് അവിടെയൊക്കെ കാണുന്നത്. ഗതാപത്മങ്ങളുടെയും ശംഖപത്മങ്ങളുടെയും ദശാവതാരങ്ങളുടേതുമായ പലതരം ചിത്രങ്ങൾ എല്ലാ ഗ്രഹങ്ങളെയും അലങ്കരിക്കുന്നു. മുറ്റങ്ങളിലാണെങ്കിലോ തുളസിത്തറകൾ കെട്ടിപ്പടുത്തിരിക്കുന്നു. ഭഗവാന്റെ പ്രിയപ്പെട്ട ആളല്ലേ തുളസി. മാലയും തിലകങ്ങളും അണിഞ്ഞ് ദ്വാദശ തിലകവും കുങ്കുമവും തൊട്ട് ഗോപീചന്ദനം കൊണ്ട് മേലോട്ട് വരച്ച കുറിയുമായി സഞ്ചരിക്കുന്ന കേൾക്കുമ്പോ തന്നെ ഒരു സുഖം. ബ്രാഹ്മണരെയും ധാരാളമായി അവിടെ കണ്ടു. ആർക്കും അവിടെ പേടിയോ അങ്ങനെയുള്ള ഒന്നുമില്ല. അവിടെ ഈ കൃഷ്ണനാമം മുഴങ്ങുന്നിടത്ത് പിന്നെ അവിടെ പേടിയുണ്ടാവാൻ?
നെറ്റിയിലും മാറത്തും അതുപോലെ കൈകളിലും ശംഖചക്ര ഗദാപത്മങ്ങളും കൂർമ്മ മത്സ്യങ്ങൾ പച്ചകുത്തീന്. അവർക്ക് ഇത് ധരിക്കാനുള്ള ഭാഗ്യം അതൊന്നുമില്ല, അതുകൊണ്ടത് പച്ചകുത്തീന്. അവരൊക്കെ കൂർമ്മ മത്സ്യങ്ങളും പച്ചകുത്തി അനേകം പേരെയും കണ്ടു. നെറ്റിയിൽ ചാപബാണങ്ങളും മാറത്ത് മുസലം ഫലം മുതലായവയും പച്ചകുത്തിയവരെയും പ്രദ്യുമ്നനുദ്ധവരും കാണുകയുണ്ടായി. അവരങ്ങനെ പരമാനന്ദത്തോടുകൂടി നടന്നു കാണുകയാണ് ഇതൊക്കെ. തെരുവീഥികളിൽ ചിലയിടത്ത് ഭാഗവതം, ചിലയിടത്ത് മഹാഭാരതം, ചിലയിടത്ത് ഹരിവംശം, മറ്റു ചിലയിടങ്ങളിൽ സനൽകുമാര വാസിഷ്ഠ യാജ്ഞവൽക്യ പരാശി ഗാർഗ പുലസ്ത്യധർമ്മങ്ങളുടെ സംഹിതകളും വായിക്കുന്നത് കേൾക്കായി. എന്തൊരു നല്ലൊരു നാടാണ് രാജ്യം. ചിലയിടത്ത് 18 പുരാണങ്ങള്, മറ്റു ചിലയിടത്ത് ആദികവി വാൽമീകിയുടെ രാമചരിതം, മറ്റിടത്ത് ചില ഗൃഹങ്ങളിൽ സ്മൃതികള്, ഇനിയും ചിലയിടങ്ങളിൽ വേദങ്ങള് എന്നിവയും കേൾക്കായി. ചിലർ വൈഷ്ണവ യജ്ഞം നടത്തുന്നതും കണ്ടു. ചിലർ രാധാകൃഷ്ണ നാമം ജപിക്കുന്നു, രാധേശ്യാം രാധേശ്യാം എന്ന് ജപിക്കുന്നു ചിലവര്. അങ്ങനെ സകല ഗൃഹങ്ങളിൽ ഭക്തി പ്രേമ ലക്ഷണങ്ങൾ കണ്ടുകൊണ്ട് പ്രദ്യുമ്നൻ കൊട്ടാരവാതിക്കലെത്തി. മിഥിലാധിപനെ കണ്ടു. രാജസഭയിൽ വേദവ്യാസൻ, ശുക്കൻ, യാജ്ഞവൽക്യൻ, വസിഷ്ഠൻ, ഗൗതമൻ, പിന്നീട് ഞാനും, നാരദൻ, ബൃഹസ്പതി എന്ന് തുടങ്ങി അനേക ബ്രഹ്മർഷിമാർ സന്നിഹിതരായിരുന്നു. ധൃതി ഭക്തിയോടെ ബലഭദ്ര പാദുകങ്ങളെ പൂജിച്ചിരുന്നു. മോക്ഷപ്രദമായ രാമകൃഷ്ണനാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഗതനായ ശിഷ്യനോടൊത്ത ബ്രഹ്മചാരിയെ കണ്ട് എഴുന്നേറ്റ് നമസ്കരിച്ചു. ആരാണ് ഈ ബ്രഹ്മചാരി എന്നറിയില്ലേ? നമ്മളെ അദ്ദേഹം. വിധിപൂർവം അർഘ്യവാദ്യങ്ങളിൽ അതുകൊണ്ട് പൂജിക്കുകയും ചെയ്തു. നല്ലൊരു ആ മിഥിലാന്ന് പണ്ടേ ശ്രീരാമചന്ദ്രന്റെ പത്നിയായ സീതാദേവി ഉള്ള കാലത്ത്, ജനക മഹാരാജാവിന്റെ കാലത്തെ മിഥിലാ നഗരിക്കൊരു നല്ലൊരു ഐശ്വര്യവും ഒക്കെ ആയിരുന്നു. അങ്ങനെ അവരെ ഇരുത്തിയിട്ട് അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട്, ഹേ ബ്രഹ്മൻ, അങ്ങയുടെ ആഗമനത്താൽ ഈ മന്ദിരവും എന്റെ കുലവും പവിത്രമായി, എന്റെ ജന്മം സഫലമായി. ദേവന്മാർ, ഋഷികൾ, പിതൃക്കൾ എന്നിവർ സന്തുഷ്ടരായി. നിർവികൽപ്പന്മാരും സമുദ്രക്കുകളുമായ അവിടത്തെ പോലുള്ള സജ്ജനങ്ങൾ ദീനന്മാരുടെ ശ്രേയസ്സിന് വേണ്ടിയാണല്ലോ സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ബ്രഹ്മചാരി, അങ്ങും അങ്ങയുടെ പുരിയും പ്രജകളും ധന്യമാണ്. എല്ലാവരും വലിയ വിഷ്ണുഭക്തന്മാരെ കാണപ്പെടുന്നുണ്ട്. ജനകൻ പറഞ്ഞു, ഈ നഗരിയും ഗൃഹങ്ങളും പ്രജകളും സമ്പത്ത് എല്ലാം ഭഗവാന്റേതാണ്, എന്റേതല്ല. പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാൻ അസംഖ്യ ബ്രഹ്മാണ്ടപതിയായി ഗോലോകധാമത്തിൽ വിരാജിക്കുന്നു. വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ അങ്ങനെ ചതുർവ്യൂഹമായ ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട്. ആരോട് പറഞ്ഞ? പ്രദ്യുമ്നോട് തന്നെ പറയുന്നത്. അടിയൻ വാക്മന കായങ്ങളായ ത്രികരണങ്ങളെ കൊണ്ട് ചെയ്യുന്നതല്ല അവിടത്തേക്ക് സമർപ്പിക്കുന്നു. എന്റെ ഭഗവാനാണ് ഞാനൊക്കെ സമർപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ബ്രഹ്മചാരി പറഞ്ഞു, ഹേ വിദേഹ, വിഷ്ണുഭക്തനായ ഭഗവാൻ അങ്ങയുടെ ഭക്തിയിൽ സന്തോഷിച്ച് ഭഗവാൻ മോക്ഷം നൽകുന്നതാണെന്ന് പറഞ്ഞു. ഏതോ ഭാവസമാധിതൻ രുചി നുകർന്നേടുന്ന യോഗീന്ദ്രരും, ഏതോ ജാതവിരോധി പത്മജമുഖന്മാരാം ജഗത്പാലരും, സാധോർക്കും ശ്രുതി ദേവതാഹൃദയവും കോരിക്കുടിച്ചു സ്വയം, ഏതോ മോഹനമാം അമേയമുരളീനാദാമൃതം മംഗളം. ആ നാദങ്ങൾ ഇങ്ങനെ, അതാണ് പറഞ്ഞ ഈ ഇവിടുന്ന് കേൾക്കുന്ന ആ നാദം എല്ലാവരും ഇങ്ങനെ കേട്ടു. ഭഗവാന്റെ നാമങ്ങൾ ആണ് പറയുന്നത്. ഞാൻ അങ്ങയെ പോലുള്ള കൃഷ്ണഭക്തന്മാരുടെ എളിയ ദാസനാണെന്ന് ജനകൻ പറഞ്ഞ സമയത്ത് പ്രദ്യുമ്നൻ ഭാരതത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും വിദേഹ രാജ്യത്തുകൂടി അടുത്ത ദിവസം ഇടയുണ്ട് എന്ന് പറഞ്ഞു. പ്രദ്യുമ്നൻ സർവജ്ഞനും സർവവ്യാപിയുമായതിനാൽ ഇവിടെ തന്നെ ഇപ്പോഴും വസിക്കുന്നു എന്ന് ജനകൻ ബ്രഹ്മചാരിയോട് പറഞ്ഞു. അദ്ദേഹം ഇവിടെ ഉണ്ടല്ലോ, പിന്നെ പ്രത്യേകിച്ച് വരാനില്ല എന്നാണ് ആര് പറഞ്ഞത്? ഈ ജനകൻ. അങ്ങ് പറഞ്ഞത് ശരി തന്നെ, പക്ഷെ സർവവ്യാപി ആണെങ്കിലും ജ്ഞാനചക്ഷുസ്സുകൾക്ക് മാത്രമല്ലേ ഗോചരമാവുകയുള്ളൂ. മാംസചക്ഷുസ്സുകൾക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയുകയില്ലല്ലോ.
ഇത്രയും കേട്ട ധൃതി മഹാരാജാവ് കണ്ണീർ നിറഞ്ഞ മിഴികളോടെ ഗദ്ഗത കണ്ഠനായി കൊണ്ടുവന്നു, എനിക്ക് ശ്രീകൃഷ്ണ ഭഗവാനിൽ അല്പമെങ്കിലും ഭക്തിയുണ്ടെങ്കിൽ, ഹരിഭാവം സർവത്ര നിറഞ്ഞു നിൽക്കുന്നുവെങ്കിൽ എന്റെ മനോരഥം സാധിക്കട്ടെ. രാജാവ് പറഞ്ഞു തീർന്നത് പ്രദ്യുമ്നന്റെ വർണ്ണിരൂപം ഉപേക്ഷിച്ച് എല്ലാവരും കാണുക സ്വന്തം രൂപം കൈക്കൊണ്ടു. ഈ മഹർഷി ഭാവം, ഈ ബ്രഹ്മചാരി ഭാവം ഉപേക്ഷിച്ച് ആ സ്വന്തം രൂപം തന്നെ കൈക്കൊണ്ടു എന്ന് പറഞ്ഞു. ശിഷ്യൻ രോമാഞ്ചമണിഞ്ഞുകൊണ്ട് അരികെ തന്നെ നിന്നു. മേഘശ്യാമവർണ്ണം, നീലോൽപ്പലതള നയനങ്ങള്, ആജാനബാഹുക്കള്, പീതാംബരം, വിലാളകങ്ങൾ, ഭഗവാന്റെ ഒരു ഏകദേശം ഒരു രൂപം അതുപോലെ തന്നെ ഏകദേശം ഒക്കെ ഉണ്ട്. ബാലാർക്കകാന്തി ചിന്തുന്ന കിരീടം, കാഞ്ചി അങ്കദങ്ങള്, കടകം, നൂപുരം എന്നീ അടയാളങ്ങളുള്ള ആ ദിവ്യ വിഗ്രഹം ദർശിച്ച ധൃതി സാഷ്ടാംഗം നമസ്കരിച്ച് തൊഴുതുകൊണ്ട് നിൽപ്പായി. ദുർലഭമായ അങ്ങയുടെ ദർശനത്താൽ ഞാനും ഈ കുലവും പവിത്രമായി പ്രഭു. ഇതെന്റെ മഹാഭാഗ്യമാണ്. അതീവ കൃതാർത്ഥനായി തീർന്നു ഞാൻ, പ്രഹ്ലാദതുല്യനായി തീർന്നു എന്ന് പറഞ്ഞ ജനകനോട് അദ്ദേഹം പറഞ്ഞു. ഈ പ്രദ്യുമ്നൻ പറയുകയാണ്, ഏ രാജൻ, എന്റെ പ്രഭാവത്തെ പറ്റി നന്നായി അറിയുന്ന അങ്ങ് സുഹൃതി തന്നെയാണ്, ജ്ഞാനിയുമാണ്. അങ്ങയുടെ നിഷ്കാരണമായ ഭക്തി പരീക്ഷിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. എന്റെ സാരൂപ്യം അങ്ങേക്ക് ഇപ്പോൾ തന്നെ നൽകുന്നു. ബലം, ആയുസ്, യശസ്, ധനം എന്നിവയെല്ലാം ഇഹലോകത്തിൽ തന്നെ ഭവിക്കുമാറാകട്ടെ. അനുഗ്രഹിച്ചു. മഹത്തുക്കൾ നോക്കി നിൽക്കെ അങ്ങയുടെ പിതാവ് പ്രദ്യുമ്നനെ പൂജിച്ചു. പ്രദ്യുമ്നൻ ഉദ്ധവനോടുകൂടി തന്റെ ശിബിരത്തിലേക്ക് മടങ്ങി. ഹേ മഹാരാജാവേ, അങ്ങ് അപ്പോൾ അച്ഛന്റെ പിറകിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഈ ഇപ്പൊ പറഞ്ഞ ആളുടെ ധൃതിയുടെ മകനാണ് ഈ മഹാരാജാവ്. നാരദർ കഥ പറഞ്ഞു കൊടുക്കുന്ന രാജാവ്. അങ്ങനെ പ്രദ്യുമ്നന്റെ സേനയെ ഒന്നിച്ച് പിന്നീട് മാഗധ രാജ്യത്തേക്കാണ് പോയത്. ചതുരംഗസേന ഗിരിവ്രജത്തിലെത്തി പ്രദ്യുമ്നൻ വിജയത്തിനായി എത്തിയിട്ടുണ്ടെന്നറിഞ്ഞ് മാഗധാധിപനായ ജരാസന്ധനുണ്ടല്ലോ, വലുതായ കോപം കൊണ്ടു. വലുത് ചെറുതല്ല. ഭീരുക്കളായി യാദവർ ഇപ്പോൾ ദിഗ്ജയത്തിനിറങ്ങിയിരിക്കുന്നു അല്ലേ? ആ ബുദ്ധികെട്ടവർ എന്നെ പേടിച്ചോട് സമുദ്രത്തെ ശരണം പ്രാപിച്ചവരാണ്. കൃഷ്ണനും അച്ഛനും കുടുംബവും അവിടെ തന്നെ താമസിക്കുന്നു. പ്രവർഷണത്തിൽ വെച്ച് രാമകൃഷ്ണന്മാരെ ഞാൻ ചുട്ടതാണല്ലോ. എന്നെ വെട്ടിച്ചവർ ദ്വാരകയിലേക്ക് കടന്നു കളഞ്ഞു. ഉഗ്രസേനോടുകൂടി അവരെ മുഴുവൻ ഞാൻ ബന്ധിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഭൂമിയിൽ യാദവരൊന്നിനെയും ഞാൻ ശേഷിപ്പിക്കുകയില്ല എന്നെല്ലാം വീമ്പ് പറഞ്ഞുകൊണ്ട് 23 അക്ഷൗഹിണി പടയോട് ജരാസന്ധൻ ഗിരിവ്രജത്തിൽ നിന്നും പുറപ്പെട്ടു. ഐരാവത കുലോത്ഭവന്മാരും മതം പൊട്ടിയൊലിക്കുന്നവയുമായ കൂറ്റൻ ആനകളുണ്ട്. ഇദ്ദേഹത്തിന് കുറെ ഹനകളുണ്ടല്ല. വായുവേഗമുള്ള കുതിരകളുണ്ട്, ദിവ്യരഥങ്ങളുണ്ട്, പടക്കോപ്പണിഞ്ഞ വീരഭടന്മാർ. അങ്ങനെയൊക്കെയുള്ള ഈ ജരാസന്ധന്റെ മഹാസൈന്യം യുദ്ധത്തിനായി ഒരുങ്ങി മുമ്പോട്ട് നീങ്ങി. പക്ഷേ പ്രദ്യുമ്നനാൽ വധ്യനല്ല അദ്ദേഹം. ഭീമസേനല്ലേ കൊല്ലണ്ടത്. ദുന്ദുഭിയുടെ ഹൂങ്കാരവും വില്ലിന്റെ ഞാനൊലിയും സൈന്യത്തിന്റെ യാത്ര കൊണ്ടിരുന്ന പൊടിപടലവും എല്ലാം ചേർന്ന് വലിയ കോലാഹലമായി പ്രളയാഗ്നി പോലെ പ്രവഹിച്ചു കൊണ്ടുവരുന്ന ജരാസന്ധന്റെ മാഗധ സൈന്യത്തെ കണ്ട് എതുക്കൾ വിസ്മയിച്ചു. പ്രദ്യുമ്നൻ ദക്ഷിണ നദീവ ശംഖം മുഴക്കി. അപ്പോൾ സാമ്പനോ 10 അക്ഷൗഹിണി സേനയോട് എല്ലാവരും കാണുകെ മാഗധ സേനയോട് ഏറ്റുമുട്ടി. സുരാസുര യുദ്ധം പോലെ യദു മാഗധ സൈന്യങ്ങൾ അന്യോന്യം പൊരിഞ്ഞ യുദ്ധായിരുന്നു. അത്ഭുതവും രോമാഞ്ചകാരിയും ആ സങ്കുല യുദ്ധം കണ്ട് ആകാശചാരികൾ അമ്പരന്ന് എന്തെപ്പോഴും സംഭവിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്താൻ പറ്റാണ്ട് എല്ലാവരും അമ്പരം നിൽക്കുകയാണ്. ആനപ്പുറത്തുള്ളവരും അശ്വാരൂഢന്മാരും അതുപോലെ രഥങ്ങളിലുള്ളവരും വിവിധങ്ങളായ ആയുധങ്ങൾ അന്യോന്യം പ്രയോഗിച്ചു. ആകാശം ഇരുളടഞ്ഞു. മുദ്ഗതം, ഗദ, കഠാരം, ചുരിക, തീഷ്ണബാണങ്ങൾ എന്നിവ 2 സേനകൾ എന്നും പ്രയോഗിക്കപ്പെട്ടു. അങ്ങോട്ടിങ്ങോട്ടും ആയുധങ്ങളും കൈകാലുകളും മുറിഞ്ഞ ഭടന്മാരും ഉടഞ്ഞ തേരുകളും കൊണ്ട് യുദ്ധഭൂമി മൂടിപ്പോയി. കബന്ധങ്ങൾ കൂടിക്കിടന്നു. വിരമുക്തി വരിച്ചവരെ വിദ്യാധരികളും ഗാന്ധർവികളും തങ്ങളുടെ ഭർത്താക്കന്മാരായി വരിച്ചു. അവർക്കതാ പണി. വിരമുക്തി വരിച്ചവരൊക്കെ അവർക്ക് ഭർത്താക്കന്മാരാവും. മഹാഭാരത യുദ്ധകാലത്ത് എത്ര രാജാക്കന്മാരാണ് ഇവര് ഭർത്താക്കന്മാരാക്കിയെന്നറിയോ?
ക്ഷത്രധർമ്മ തൽപരരായ ഭടന്മാർ മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വലിക്കാതെ ധീരമായി യുദ്ധം ചെയ്ത് വീരമുക്തി വരിച്ചു. വീരന്മാർ സൂര്യമണ്ഡലം ഭേദിച്ച് പരമപദം പ്രാപിച്ചു. സാമ്പന്റെ മർദ്ദനമേറ്റേ മാഗധസേന ഓടിപ്പോയി. വില്ലും വാളും വെടിഞ്ഞ് ഭയഭീതരായി ഓടിപ്പോകുന്ന തന്റെ സൈന്യങ്ങളെ കണ്ട് ജരാസന്ധൻ ഞാണലും മുഴക്കിക്കൊണ്ട് മുന്നോട്ട് വന്നു. അവരെ പ്രോത്സാഹിപ്പിച്ചു. കൊടുക്ക് കൊടുക്ക് എടുക്ക് വെടി വെക്ക് ഗതിയെടുക്ക് തലക്ക് കൊടുക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉഷാറാക്കിക്കൊണ്ട് മഗധൻ തന്റെ സൈന്യത്തെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ചുകൊണ്ട് മഗധാധിപൻ സേനയിലുടനീളം ഓടി നടന്നു. ശാപധാരിയായി മുന്നോട്ട് വന്ന സാമ്പൻ ശരവർഷം ചെയ്ത് ജരാസന്ധനെ മൂടിക്കളഞ്ഞു. 10 ബാണങ്ങൾ ആ ജരാസന്ധന്റെ വില്ലറുത്തു. തിരിച്ചു അതുപോലെ തന്നെയുള്ള അസ്ത്രങ്ങള് ജരാസന്ധൻ മറ്റൊരു വില്ലിന്മേൽ തൊടുത്ത് സാമ്പനെ എയ്തു. അപ്പോ ജരാസുതന്റെ ബാണങ്ങളാൽ തേരും കുതിരകളും സാരഥിയും നശിച്ചു. നഷ്ടപ്പെട്ട രഥം തിരിച്ച സാമ്പൻ മറ്റൊരു തേരിൽ കയറി വന്ന് 6 ബാണങ്ങൾ ജരാസന്ധന്റെ നേർക്കയച്ചു. ജരയാൽ സന്ധിക്കപ്പെട്ടവനും ആയതുകൊണ്ടാണ് ജരാസന്ധനും, അതുകൊണ്ട് തന്നെ ജരാസുതൻ എന്നും പേര് വന്നു ഇദ്ദേഹത്തിന്. അപ്പൊ രഥം വേണ്ടാന്ന് വെച്ചു. രഥം വേണ്ടാന്ന് വെച്ചിട്ടോ കൊമ്പനാനപ്പുറത്തേറി. എന്നിട്ട് ഇന്ദ്രൻ ഐരാവതത്തിന്മേലെന്നവണ്ണം വിരാജിച്ചു. ധീരൻ പയ്യൻ കാലാന്തകനെ പോലെ സാമ്പന്റെ നേരെ പാഞ്ഞു ചെന്ന ആ മസ്തകജൻ തുമ്പിക്കൈ കൊണ്ട് സാമ്പന്റെ തേരി പൊക്കിയെടുത്തൊരു യോജന ദൂരേക്കങ്ങ് വട്ടം വളരെ ദൂരേക്കങ്ങ് വലിച്ചെറിഞ്ഞു. യാദവസേനയിൽ കോലാഹലമുണ്ടായി. അപ്പോൾ പ്രദ്യുമ്ന പാർശ്വത്തിൽ നിന്നും ഗദൻ അവിടെ പാഞ്ഞെത്തി. ഗദൻ വന്ന് ജരാസന്ധന്റെ ആനയുടെ മസ്തകത്തിൽ കൊടുത്തൊരട്ടി. ആന വറച്ചുകൊണ്ട് താഴെ കൊണ്ട് ചാവുകയും ചെയ്തു. എല്ലാവരും നോക്കി നിൽക്കെ ജരാസന്ധൻ വലിയൊരു കഥ കൈക്കലാക്കി ഗദനോട് ഏറ്റുമുട്ടി. ജരാസന്ധൻ ഗതയോടൊന്നിച്ച് ഗദനെ പിടിച്ചു 100 യോജന ദൂരത്തേക്ക് എറിഞ്ഞു. ഭയങ്കരനല്ലേ. ഗദൻ വീണ്ടും ഓടി അണഞ്ഞ് ജരാസന്ധനോട് എതിരിട്ടു. ജരാസന്ധനോട് എതിർക്കാൻ സാമ്പനും വന്നു ചേർന്നു. ജരാസന്ധൻ എന്ത് ചെയ്തു? രണ്ടുപേരെ മുഷ്ടിപ്രഹരമേൽപ്പിച്ച് താഴെ വീഴ്ത്തി. യദുസേനയിൽ നിന്നും ഹാഹാകാരം ഉയർന്നു പൊങ്ങി. അവർക്ക് അന്നേരം പേടിയാവും. പ്രദ്യുമ്നൻ അക്ഷൗഹിണിപ്പടയുമായി തേരിലേറി വന്ന് സേനക്ക് ധൈര്യം പറഞ്ഞു. ആരും പേടിക്കണ്ട, എനിക്കൊന്നും പറ്റൂല കേട്ടോ, ഇപ്പം ഇങ്ങനെ ഭയപ്പെട്ടു നിൽക്കാനുള്ള സമയമല്ല, ധൈര്യത്തോടുകൂടി യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞു. ലക്ഷഭാരം കഥയുമായി കാട്ടുതീ പോലെ ജരാസന്ധൻ യദുസേനയുടെ മധ്യത്തിലേക്ക് കടന്നു. സൈന്യത്തെ തലങ്ങും വിലങ്ങും തല്ലി വീഴ്ത്തി. ജരാസന്ധന്റെ സൈന്യങ്ങൾക്ക് ഉത്സാഹം വർദ്ധിച്ചു. അത് പിന്നെ അങ്ങനെയാണല്ലോ, മറ്റേ ഭാഗത്ത് ഇങ്ങനെ അടിച്ചടിച്ചടിച്ചു നശിപ്പിക്കുമ്പോൾ ഉത്സാഹം വർദ്ധിക്കും. അവരും യദുസൈന്യത്തെ ഏറെ നശിപ്പിക്കാൻ തുടങ്ങി. പ്രദ്യുമ്നൻ നിർഭയനായി നിന്ന് യുദ്ധം തുടർന്നു. ആ സമയത്തേക്ക് യദുപുരിയിൽ നിന്നും ബലരാമൻ അവിടെ എത്തി. കൃത്യസമയത്തുണ്ടോ എത്തിയിട്ട് എല്ലാവരും കാണുകയും മാഗധ സൈന്യത്തെ കലപ്പ കൊണ്ട് ആകർഷിച്ച് വൃദ്ധനായി ഉലക്ക കൊണ്ടടിച്ചു. വലിക്ക കൊടുക്ക ഇത് തന്നെ. 100 യോജന വിസ്താരത്തിൽ ശിരസ്സറ്റ ആനകളും കുതിരകളും ഭടന്മാരും ചിതറിക്കിടന്നു. ബലദേവന്റെ മേൽ ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തു. ആരവം മുഴക്കി. പ്രദ്യുമ്നൻ ബലരാമനെ അഭിവാദ്യം ചെയ്തു. ലക്ഷനല്ലേ. ബലരാമൻ ദ്വാരകയിലേക്ക് മടങ്ങി. ജരാസന്ധസുതനായ സഹദേവൻ അപ്പവുമായി വന്ന് പ്രദ്യുമ്നനെ വണങ്ങി നിന്നു. അദ്ദേഹം നല്ല കുട്ടിയാണ് അല്ലേ. അച്ഛന് ഭീമസേനൻ കൊന്ന സമയത്തും സഹദേവന് ഉണ്ടായില്ല. ഇനിയിപ്പോ ഇത്രയും ഭാഗം മതി. ഇങ്ങനെ ജയിച്ച് വരട്ടെ അദ്ദേഹം. നമുക്കതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കാം. ഒരുപാട് രാജ്യങ്ങൾ ഇനിയും ഉണ്ട് അദ്ദേഹത്തിന് ജയിക്കാൻ. ജയിച്ചിട്ടൊക്കെ വന്നിട്ട് വേണ്ടേ ഈ രാജ്യസൂയയാഗം നടത്താൻ. നമുക്കിങ്ങനെ ചെറിയ തോതിൽ പറഞ്ഞ് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാം ഇന്നത്തെ ഭാഗം. അപ്പൊ ഇന്ന് തമ്പുരാന്റെ പാദവർമ്മങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ആയേന വാചാമനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവാത്തരോമി യദ്യ സകലം പരസ്മേ നാരായണായേതി സമർപ്പയാമി. എല്ലാം നാരായണനായ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് നാളത്തേക്ക് എന്താ ഭഗവാൻ പറയുന്നത് നോക്കിക്കൊണ്ട് നമുക്ക് നിൽക്കാം. ശരിയല്ലേ?
ശ്രീകൃഷ്ണ ഗോവിന്ദ മുകുന്ദ വിഷ്ണു ശ്രീവല്ലഭാനന്ദ ഗുണൈക സിന്ധു നാരായണാനന്ദമയേതി നിത്യം നാവേ ജപിച്ചീരുക കൃഷ്ണനാമം.